ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എഗ്ലെസ് ഓയിൽലെസ് മയോണൈസ് ആണ് കേട്ടോ. എഗ്ഗും ഓയിലും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഞാൻ. അപ്പം ആദ്യം കുറച്ച് കോൺഫ്ലവർ ഒരു 3-4 സ്പൂൺ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ അളവിന് കുറച്ച് കോൺഫ്ലവർ എടുക്കാം. എന്നിട്ട് ഇത് പച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി കൊടുക്കുക. നമുക്ക് ഒരു കട്ടയില്ലാതെ ലൂസാക്കി കൊടുക്കുക. അപ്പം കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അങ്ങനെ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് ലൂസാവാതെ എന്നാലോ നല്ല ടൈറ്റും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അത് വേഗം ലൂസായി കിട്ടും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം പ്രയാസമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മളൊരു ഗ്യാസിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു നല്ല കട്ടിയാവാത്ത രീതിയിലാവുമ്പോൾ, ഒരുപാട് കട്ടിയാവാൻ പറ്റില്ല, എന്നാലും നല്ല ലൂസും അല്ലാത്ത രീതിയിലാവുമ്പം ഒന്ന് ഇറക്കി വെക്കുക. ഓക്കെ, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി വരും. അടുപ്പം തന്നെ ഇങ്ങനെ വിടുന്നുണ്ട് അതിന്. അപ്പം ആ ഒരു അവസ്ഥ വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക കേട്ടോ. കണ്ടത് മാറി തുടങ്ങിയപ്പോൾ തന്നെ വേഗം ആവും സംഭവം. എന്നിട്ടിത് നിർത്താതെ ഇളക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ ഇതാവാൻ പാടില്ല. നമ്മൾ നിൽക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ശരിക്കും ഓഫാക്കുക. അപ്പോൾ ആ ചൂടോടെ തന്നെ ബാക്കി പിന്നെ സെറ്റാവും. അത് പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ അനിയത്തി എനിക്ക് ഷെയർ ചെയ്തൊരു സംഭവമാണ് കേട്ടോ അത് ഞാൻ കാണിക്കുന്നത്. ഓളിതിൽ കുറച്ച് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഇതിൽ ഓയിൽ യൂസ് ചെയ്യാതെ ചെയ്യണത്. എന്നിട്ടിപ്പോൾ നമ്മളിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ച സംഭവം ഇട്ട് കൊടുക്കുക. ഈ കോൺഫ്ലവറിൻ്റെ കുറച്ചുകൂടെ തൈര് വെച്ചിട്ട് കുറച്ച് വെള്ളമോ പാലോ അങ്ങനെ വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കുറച്ച് സമയം അടിക്കണം കേട്ടോ. കുറച്ച് സമയം 2-3 സെക്കൻഡ് നിർത്താതെ അടിക്കുക. ഓഫാക്കി നിർത്താതെ അടിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സായിട്ട് വരും. വെള്ളമൊക്കെ പോരായി തോന്നുകയാണെങ്കിൽ, നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓയിൽ ചേർക്കുക എന്നുള്ളവർക്കാണെങ്കിൽ ലേശം ഓയിൽ ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ഓയിൽ ചേർത്തിട്ടില്ലെന്ന്, ഓയിലും മുട്ടയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവും. ഇനി വേണമെങ്കിൽ കുരുമുളക് ഇടേണ്ടവർക്ക് കുരുമുളകും ഇടാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം. കണ്ടോ, നല്ല പ്യൂർ വൈറ്റ് കളറിൽ നല്ല മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ലെസ് മയോണൈസ്, എഗ്ലെസ് ഓയിൽലെസ് മയോണൈസ്. ഇത് വീഡിയോ എടുത്തപ്പോൾ എന്തൊക്കെയോ ആയിട്ടുണ്ട് സംഭവം. എന്നാലും കുഴപ്പമില്ല, എന്തായാലും വേണ്ടിയില്ല. ഏതായാലും എടുത്ത വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാണ്. അപ്പം ഇതാണ് നമ്മളിന്ന് കപ്സയായിരുന്നു ഉണ്ടാക്കിയത്. അതിലേക്കാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.